മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ ഇന്ന് റിലീസ് ചെയ്തിട്ട് 8ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. സിനിമയുടെ 7 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിവസം ഈ ഒരു സിനിമ നേടിയത് 9 ലക്ഷത്തോളം രൂപയാണ് കേരളത്തിൽ നിന്നും. എന്നാൽ ഇന്നലെ 7th ഡേയിലും ഈ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും ആദ്യ ദിവസത്തേതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കളക്ഷനാണ് പുറത്തു വന്നിരിക്കുന്നത്. ട്രാക്കേഴ്സ് ആണ് ഈ ഒരു കളക്ഷൻ ഫിഗർ പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യ ദിവസം 9 ലക്ഷമാണ് ഈ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും നേടിയത്, ഓർക്കണം. എന്നാൽ 7ാമത്തെ ദിവസം ഈ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും 10 ലക്ഷത്തോളം രൂപ നേടാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ സിനിമയുടെ ടോട്ടൽ 7th ഡേയിലെ കേരള കളക്ഷൻ മാത്രം 77 ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും വലിയ റിലീസ് വിജയം തന്നെയാണ് ഈ ഒരു ചിത്രമായ ഒരു വടക്കൻ വീരഗാഥ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത്. മമ്മൂക്കയുടെ ഇതിന്റെ മുന്നേ റിലീസ് ചെയ്ത വല്യേട്ടൻ എന്ന ചിത്രത്തിന്റെ പേരിലുള്ള കളക്ഷൻ റെക്കോർഡുകളാണ് ഒരു വടക്കൻ വീരഗാഥ വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ മറികടന്നിരിക്കുന്നത്. വല്യേട്ടൻ എന്ന ചിത്രത്തിന് ഇതിനേക്കാളും പ്രൊമോഷനും ആദ്യ ദിവസങ്ങളിൽ ഇതിനേക്കാളും സ്ക്രീൻ കൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും ആ ഒരു ചിത്രത്തിന് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം നേടിയ കളക്ഷന്റെ ആ ഒരു റേഞ്ചിലേക്കൊന്നും എത്താൻ സാധിച്ചില്ല. അതിനുള്ള പ്രധാന കാരണം കണ്ടു മടുത്ത മൂവിയായിരുന്നു വല്യേട്ടൻ. എത്രയോ തവണ കൈരളി ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത മൂവി റെക്കോർഡ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കൈരളിയിൽ ഏകദേശം 900-ലും മുകളിൽ തവണയാണ് കൈരളി ചാനലിൽ മാത്രം വല്യേട്ടൻ എന്ന് പറയുന്ന ചിത്രം ടെലികാസ്റ്റ് ചെയ്തത്. അത് ആ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ സീനും വല്യേട്ടൻ എന്ന ചിത്രത്തിലേത് നമുക്ക് കാണാപ്പാടമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ കാണാൻ വലിയൊരു ജനാവലി തിയേറ്ററിൽ എത്തിയില്ല. എന്നാൽ ഇപ്പോൾ 8ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ സെക്കൻഡ് വീക്കിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോഴും നല്ല രീതിയിലുള്ള ആളുകൾ ഈ ഒരു സിനിമ കാണാൻ വരുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച 3 പുതിയ സിനിമകളാണ് മലയാളത്തിൽ നിന്നും പ്രധാനമായിട്ടും റിലീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചിത്രത്തിന് ഷോയും കാര്യങ്ങളെല്ലാം ഇന്നലത്തെ അപേക്ഷിച്ച് ഇത്തിരി കുറവാണ്. അപ്പോൾ ഇന്നലെ 10 ലക്ഷം രൂപ ചിത്രത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്തായാലും ആ ഒരു കളക്ഷൻ ഫിഗർ സിനിമയ്ക്ക് വരില്ല. പക്ഷെ നാളെ മുതൽ സിനിമയ്ക്ക് ഷോ കൗണ്ട് കാര്യങ്ങളെല്ലാം കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് പുതിയ സിനിമകളുടെ തള്ളിക്കയറ്റമാണല്ലോ തിയേറ്ററിൽ. ആ സിനിമകളിൽ വലിയ അഭിപ്രായം നേടാൻ പറ്റാത്ത സിനിമ ഷോയും കാര്യങ്ങളെല്ലാം വെട്ടിക്കുറച്ച് മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ ഷോയും കാര്യങ്ങളെല്ലാം സെക്കൻഡ് വീക്ക് മുതൽ കൂടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ഒരു സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 1 CRന്റെ അടുത്തേക്ക് എത്തി നിൽക്കുന്നുണ്ട്. നാളെ തന്നെ ട്രാക്കേഴ്സ് അതിൻ്റെ ഒരു കറക്റ്റ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരും. കാത്തിരിക്കുകയാണ്. ഈ ഒരു ചിത്രം ഒട്ടനവധി ദൂരം ഇനി കളക്ഷനിൽ മുന്നോട്ട് പോവട്ടെ. കാരണം ഒരു ക്വാളിറ്റി ഉണ്ട് ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ട സമയത്ത്. അതോടൊപ്പം തന്നെ കണ്ട പ്രേക്ഷകരെല്ലാം പറയുന്നത് ഒട്ടനവധി സിനിമകൾ റിലീസ് വേർഷൻ 4K വേർഷൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പഴക്കമുള്ള മൂവി തന്നെയാണ് റിലീസായ 4K വേർഷനിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള സിനിമ എന്നാണ് കണ്ട പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ തന്നെയാണ് കൊച്ചി ഏരിയയിലും. അതോടൊപ്പം തന്നെ വലിയ നഗരങ്ങളിലെല്ലാം ഇന്ന് 8ാമത്തെ ദിവസവും എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് വലിയ സക്സസിലേക്ക് ഒരു വടക്കൻ വീരഗാഥ റിലീസ് ചിത്രം മുന്നോട്ട് പോകുന്നു. ഇനിയും സിനിമ കാണാത്തവരുണ്ടോ? നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടവർ? ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.